San Jose Central School is more than a school. It's a place where ambitions get roots, ideas get wings. Together, we start the journey to success. San Jose Central School. 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന 44 വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്കുപാലിച്ച ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക. 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന 44 വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്കുപാലിച്ച ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സൗമ്യ രഞ്ജിത്ത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട്ടിലെത്തിച്ച് ബിരിയാണി നൽകി വിജയം ആഘോഷിച്ചു. വിദ്യാർത്ഥികൾക്ക് വേറിട്ട അഭിനന്ദനങ്ങൾ നൽകിയിരിക്കുകയാണ് ടീച്ചർ. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, നല്ല ക്ലാസ് ആയിരുന്നു. മറ്റു കുട്ടികളെ പോലെ അങ്ങനെ കൂടുതൽ വികൃതിത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് അനുസരിച്ചായിരുന്നു, ഒരു അനുസരണശീലം ഉണ്ടായിരുന്നു. പേടിച്ചിട്ടാണോ ഇഷ്ടപ്പെടാണോ അറിയില്ല. അപ്പൊ അനുസരിച്ചിരുന്നു, അത് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോടുള്ള സ്നേഹം, അതായത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിച്ചല്ലോ. അപ്പൊ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഗെറ്റുള്ളത് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അത് ഒരുവിധം 2-3 പേര് വെച്ച് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വന്നതിലും ഇതിൽ പങ്കെടുത്ത സ്കൂളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് മുഴുവൻ വിദ്യാർത്ഥികളും 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ പാസ്സാവുകയാണെങ്കിൽ വീട്ടിൽ ഒരു ദിവസം ഭക്ഷണവും കളികളുമായി കൂടാമെന്ന് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് ടീച്ചർ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം SSLC റിസൾട്ട് വന്നപ്പോൾ മുഴുവൻ കുട്ടികളും നല്ല മാർക്കോടെ പാസ്സാവുകയും അവരെ വിളിക്കുകയും എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം അവരോടൊപ്പം ചിലവഴിച്ച് കളികളും പാട്ടുകളും കഥകളും ഒപ്പം മറ്റു പലഹാരങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട അവർ പറഞ്ഞ ബിരിയാണി നൽകുകയും ചെയ്തു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം ടീച്ചറായ സൗമ്യ രഞ്ജിത്താണ് വ്യത്യസ്ത മാതൃക ചെയ്തത്. ടീച്ചർ ഒരു 100 വട്ടം വെട്ടി വിളിച്ചിട്ടുണ്ടാവും. ഒരു കാര്യമില്ല, വെറുതെ വിളിക്കും. വീട്ടിലെത്തി കഴിഞ്ഞാൽ ആറ്റേക്കണ് ഞാൻ കുരുത്തക്കടി കളിക്കണതല്ല. ടീച്ചറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നെ 3 വർഷം പോയി വിചാരിച്ചു. ടീച്ചർ വന്നപ്പോഴാണ് കുറച്ച് സമാധാനമായത്. പറയാതെ എല്ലാ അടിപൊളിയായിരുന്നു. കുറച്ച് വഴക്കും ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ പറഞ്ഞ സമ്മതിച്ചിട്ടുണ്ട്. വർഷം ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച എല്ലാവർക്കും ഒരുമിച്ച് ഒത്തുകൂടുന്നതിന് ഇതുപോലൊരു അവസരം ഒരുക്കിയ ടീച്ചറോട് കുട്ടികൾക്ക് പറഞ്ഞാൽ തീരാത്തത്ര നന്ദി പറയാനുണ്ടായിരുന്നു. വീണ്ടും അവരുടെ 10ാം ക്ലാസ് ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ഇനിയൊരിക്കലും ഇതുപോലെയൊരു കൂടിക്കാഴ്ച എപ്പോൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ലെന്നും പലരും പല മേഖലയിലേക്ക് പോകുകയാണെന്നും പല കുട്ടികളും പങ്കുവച്ചു. താൻ ക്ലാസ് ടീച്ചറായ ക്ലാസ്സിലെ 44 കുട്ടികളും തൻ്റെ സ്വന്തം കുട്ടിയെ പോലെയാണെന്നും ഇവർക്ക് ഇതുപോലെയൊരു അവസരം ഒരുക്കുന്നതിനും ഒപ്പം നിൽക്കാൻ പറ്റുന്നതിനും വളരെ സന്തോഷമുണ്ടെന്നും സൗമ്യ ടീച്ചർ പറഞ്ഞു. എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒത്തുകൂടൽ ഇതാണെന്നും പലരും പല വഴിക്ക് പിരിയുവാൻ പോവുകയാണെന്നുള്ള സങ്കടവും കുട്ടികളുടെ മുഖത്ത് പിരിയുന്ന സമയത്ത് ഉണ്ടായിരുന്നു. എല്ലാവരോടും ആദ്യം സന്തോഷം മാത്രമേ ഉള്ളൂ. അതിലുപരി നമ്മൾ സ്കൂൾ ആരംഭിക്കുന്ന സമയത്തുള്ള പരീക്ഷകളിലൊക്കെ 11 A+ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ 28 A+ലേക്ക് പോയി. ഒരു ഹിന്ദി ടീച്ചറെ സംബന്ധിച്ച് അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. ന്യൂസ് ഡെസ്ക് CCV.